ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി ഉച്ചമുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ക്ഷേത്രവും പരിസരവും ഭക്തജനസാന്ദ്രമാണ്. വിവരങ്ങളുമായി വിനയ രാജി ചേരുന്നുണ്ട്. വിനയ, ഗുഡ് മോർണിംഗ്. ആറ്റുകാൽ പൊങ്കാലയിൽ ഒരുങ്ങിയിരിക്കുകയാണ് തലസ്ഥാന നഗരി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, ഗുഡ് മോർണിംഗ്. ഞാൻ എന്തായാലും നിൽക്കുന്നത് ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ തന്നെയാണ്. എനിക്ക് ചുറ്റും കാണാൻ സാധിക്കും, വലിയ ഒരു ജനത്തിരക്ക് തന്നെയാണ് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നാടും നഗരവും ആറ്റുകാൽ പൊങ്കാലയെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി ആറ്റുകാൽ പൊങ്കാലയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇന്നടക്കം ഈ വലിയ ഒരു ജനത്തിരക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിരവധി ആളുകളാണ് തലേ ദിവസമായ ഇന്നടക്കം എത്തിയിരിക്കുന്നത്. രാവിലെ തന്നെ ദേവിയെ ദർശിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന നിരവധി പേരെയാണ് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാ ഒരുക്കങ്ങളും എന്തായാലും ആറ്റുകാൽ പൊങ്കാലയ്ക്കായി വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ഇതിനോടകം തന്നെ പോലീസുകാരടക്കം തന്നെ സജ്ജമായിട്ടുണ്ട്. കൂടാതെ തന്നെ നിരവധി മണിക്കൂറുകളായി ഇവിടെ ക്യൂവിൽ നിൽക്കുന്ന ആളുകളെയാണ് കാണാൻ സാധിക്കുന്നത്. അവർക്ക് വേണ്ടി ദാഹജലം നൽകുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ആൾക്കാരെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നിരവധി പേരാണ് ഇതിനോടകം തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത് എന്ന് തന്നെ വ്യക്തമാകും. നാളെയാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ സംസ്ഥാനത്തുടനീളമുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് ഇപ്പോൾ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ആളുകളടക്കം ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. ഈ തലേ ദിവസമായി ഇന്നടക്കം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ജനത്തിരക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ വർഷം ഏകദേശം 4 ലക്ഷത്തിലധികം ആളുകളായിരുന്നു ആറ്റുകാൽ പൊങ്കാലയ്ക്കായി എത്തിയിരുന്നെങ്കിൽ ഇത്തവണ അതിൽ കൂടുതൽ ആളുകൾ എത്തുമെന്ന് നേരത്തെ തന്നെ ഈ ക്ഷേത്രം ഭാരവാഹികളടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇത്തവണ 4 ലക്ഷത്തിലധികം ആളുകൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ നിരവധി ആളുകളാണ് ഇതിനോടകം തന്നെ എത്തിയിരിക്കുന്നത്. ദിവസങ്ങൾ മുമ്പ് തന്നെ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. പലരും ഈ ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ തന്നെ കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട്. ഇത്തരത്തിൽ വലിയ ഒരു ജനത്തിരക്ക് തന്നെയാണ് കാണുന്നത്. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട് നിന്നാണ്. ഇത്തവണ പൊങ്കാല ഇടുന്നുണ്ടോ? എവിടെ ഇടുന്നത്? കോഴിക്കോട് ആയതുകൊണ്ട് സ്ഥലത്തിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? എല്ലാ വർഷവും ഇടാറുണ്ടോ? ആദ്യമായിട്ടാണ്. അപ്പൊ ഇത്തവണ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും അല്ലേ? ആഗ്രഹിച്ചു വന്നാണ്. അതെ, ഈ തലസ്ഥാന നഗരിയുടെ മാത്രം ഒരു ഉത്സവമല്ല ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ഈ സംസ്ഥാനത്തുടനീളമുള്ള നിരവധി ആളുകളാണ് ഈ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അമ്മ എവിടുന്ന് വരുന്നത്? ഞാൻ ആയൂരിന്ന്. എല്ലാ വർഷം പൊങ്കാല ഇടാറുണ്ടോ? എല്ലാ വർഷവും അല്ല, എന്നാലും കഴിഞ്ഞ വർഷവും വന്ന്. കഴിഞ്ഞ വർഷം വന്നപ്പോ ഇത്തവണ മുമ്പും വന്ന് 5-6 പ്രാവശ്യം ഇപ്പം വന്ന്. ഇത്തവണ എവിടെ പൊങ്കാല ഇടുന്നത്? അപ്പുറത്തൊരു വീട്ടില് ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ കിട്ടിയത് തന്നെ. അപ്പുറത്ത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവിടെ തന്നെയാണ്, ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയായിരുന്നു കിട്ടിയത്. അപ്പൊ ഭയങ്കര സന്തോഷം തന്നെ. നമ്മളത്രയും പാടുപെട്ട് വന്ന് ദേവിയെ കയറി ഒന്ന് തൊഴുത് നമ്മളെ ആഗ്രഹം സാധിക്കാൻ ഭയങ്കര സന്തോഷം. ഇത്രയും ക്യൂ നിന്നത് സന്തോഷം. വയനാട് നിന്നാണ് വരുന്നത്. ഇത്തവണ വീട്ടിൽ ആരെങ്കിലും പൊങ്കാല ഇടുന്നുണ്ടോ? ഭാര്യയുടെ എല്ലാരും കൂടി പൊങ്കാലിടാൻ വേണ്ടി വന്നു. വയനാട്ടിൽ നിന്ന് ഇന്നലെ രാത്രി വന്നു. ഇവിടെ ക്യാമ്പ് തമ്പാനൂര് ലോഡ്ജ് എടുത്ത് താമസിച്ച് അവിടെ ചെയ്യുക. അപ്പൊ എവിടെ പൊങ്കാല ഇടുന്ന ഇത്തവണ? തമ്പാനൂര് ലോഡ്ജിന്റെ അവിടെ. ഈ ക്ഷേത്രത്തിന്റെ അടുത്തൊന്നും എവിടെയും കിട്ടിയില്ല. ഭയങ്കര തിരക്കാണ്. വമ്പൻ തിരക്ക്. എവിടെയും തിരക്ക് കിട്ടിയില്ല. തമ്പാനൂർ ലോഡ്ജിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഇടുന്നത്. ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്? അതെ, 7ാമത്തെ വർഷം. 7ാം പ്രാവശ്യം. അതെ. ഈ പറഞ്ഞ പോലെ തന്നെ ഈ തലസ്ഥാന നഗരിയുടെ മാത്രം ഒരു ഉത്സവമല്ല പൊങ്കാല എന്ന് പറയുന്നത്. ഈ സംസ്ഥാനത്തുടനീളമുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള ഈ കുറച്ചു നേരമായി ക്യൂ, നമ്മൾ വന്നപ്പോൾ തൊട്ട് നിൽക്കാൻ തുടങ്ങിയ ക്യൂ ആണ്. ഏകദേശം 1-2 മണിക്കൂറോളം നിൽക്കുന്ന ക്യൂ ആണ്. ഒരുപക്ഷെ അതിന് മേലെ നിൽക്കുന്ന ഒരു ക്യൂ തന്നെയാണ് ഈ പരിസരത്ത് കാണാൻ സാധിക്കുന്നത്. ഒരു വട്ടമെങ്കിലും അമ്മയെ കാണണം, അമ്മയുടെ അനുഗ്രഹം തേടണമെന്ന് ആഗ്രഹിച്ചു വരുന്ന നിരവധി പേരുണ്ട്. പല വർഷങ്ങളായി പൊങ്കാല അർപ്പിക്കുന്ന നിരവധി പേരുണ്ട്. ആദ്യത്തെ പ്രാവശ്യമായി പൊങ്കാല അർപ്പിക്കുന്ന നിരവധി പേരാണ്. ഒരു പ്രാവശ്യമെങ്കിലും അമ്മയ്ക്ക് വേണ്ടി പൊങ്കാല അർപ്പിക്കണം എന്നൊരു ചിന്തയോടുകൂടി വരുന്ന ആളുകളാണ്. കൂടാതെ തന്നെ നിരവധി ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. അവർക്ക് ദാഹജലം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അടക്കം നൽകുന്നുണ്ട്. മണിക്കൂറുകളോളം ഈ ക്യൂ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ദാഹജലം നൽകുന്ന അല്ലെങ്കിൽ ദാഹജലം അടക്കം നൽകുന്നുണ്ട്.
ഇപ്പോൾ ഒരു നല്ല കാലാവസ്ഥയാണെങ്കിലും അല്പസമയത്തിനകം തന്നെ ചൂട് കൂടാനുള്ള സാഹചര്യമുണ്ട്. ഈ ചൂട് കൂടാനുള്ള സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ ഒരുക്കങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇത്തവണ ഈ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പൊങ്കാല അല്ലെങ്കിൽ പൊങ്കാല അർപ്പിക്കുന്നവരടക്കം തന്നെ ഒരു അകലം പാലിക്കണമെന്നടക്കം നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം ചൂട് കൂടാനുള്ള സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പൊങ്കാല അടുപ്പുകൾ തമ്മിൽ ഒരു അകലം പാലിക്കണമെന്നടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത്തവണ വിന്യസിച്ചിരിക്കുന്നത്. ഏകദേശം 3000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത്തവണ ആറ്റുകാൽ ക്ഷേത്രത്തിലായി വിന്യസിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ നിരവധി CCTV ക്യാമറകൾ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഫയർഫോഴ്സിൽ നിന്നടക്കമുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ തന്നെയാണ് ഈ ആറ്റുകാൽ പൊങ്കാല അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നിരവധി ആളുകളാണ് ഇതിനോടകം തന്നെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഈ ഒരു തവണയെങ്കിലും ആറ്റുകാൽ ക്ഷേത്രത്തിൽ എത്തണമെന്ന ഒരു ആഗ്രഹം മൂലം വന്നിരിക്കുന്ന നിരവധി പേരാണ്. ചേച്ചി എവിടെ വരുന്നത്? ഞങ്ങള് ചവറ എന്നുള്ള ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്? ഒത്തിരി വർഷം. എത്ര വർഷം ഇടാറുണ്ട്? എത്ര വർഷം? നമ്മള് 10-18 വർഷം. 10-18 വർഷം. ഇത്തവണ എവിടെ പൊങ്കാല ഇടുന്നത്? പവിത്ര നഗറിലൊരു ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് നിങ്ങൾ എത്ര നേരമായി ഇവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങി? ഞങ്ങള് 4 മണിക്കൊക്കെ വന്നതായി നിൽക്കുന്നത്. 4 മണിക്ക് വന്നിട്ട് ഇപ്പൊ ഈ തുടക്കത്തിന് ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇനി അവിടെ വരെ പോകണ്ട്. എത്ര മണിക്കൂർ എടുക്കും? ഒരു 2-3 മണി? എത്ര അറിയില്ല. കുറെ നേരമായില്ലേ? നാളെ നീങ്ങുന്നതിനനുസരിച്ചിരിക്കും, എന്നാലേ നീങ്ങാൻ പറ്റത്തുള്ളൂ. ഈ തലേ ദിവസം തന്നെ ഭയങ്കര തിരക്ക്. അപ്പൊ നാളത്തെ കാര്യം പിന്നെ സ്ഥിതി പറയണ്ട. വൈകുന്നേരം ആവുമ്പോഴേക്കും സ്ഥിതി മാറും. വൈകുന്നേരം ഈ കുറച്ച് കഴിയുമ്പോ കൂടെ പിന്നെ ചൂടും കൂടെ ഉച്ച അങ്ങോട്ട് ആവുമ്പോഴേക്കും വരിപ്പോ റോഡിനുള്ളൊക്കെ വരിക. ഇപ്പൊ കുറച്ചുകൂടി കഴിയുമ്പോ ചൂട് നല്ല കൂടെ. അപ്പൊ പിന്നെ ഇവിടെ നിൽക്കുന്നതിനും ഭയങ്കര ബുദ്ധിമുട്ടാ. എനിക്ക് വെള്ളമൊക്കെ കൊണ്ടുതരുന്നുണ്ട്. വെള്ളം മോക്ക് തലറ്റി. അപ്പൊ മോള് ഇത് മകളാണ്, അനിയത്തിയാണ്. അവര് പുറത്തേക്ക് ഇറങ്ങിയതാ. തല ചുറ്റിയപ്പോ ഇറങ്ങിയതാണോ? ഈ കുറെ നേരമായില്ലേ നിൽക്കാൻ? കൊറേ. അതാണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്നിരുന്നില്ല? ഞങ്ങള് മോള് കൊണ്ടു തന്നു. അപ്പൊ അവിടെ പോയിട്ട് കല്ലേലും കൊണ്ടുവന്നിട്ടുണ്ട്. ക്ഷേത്ര ഭാരവാഹികള് വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെയായിരുന്നു പൊങ്കാലിടും? കോഴിക്കോട് നിന്ന് വരികയാണ്. എപ്പ എത്തി കോഴിക്കോട് നിന്ന്? ഞങ്ങള് രാത്രി എത്തിയതാ. ഉച്ചത്തെ പിന്നെ ട്രെയിൻ കയറി 1:45. ഇവിടെ രാത്രി 9:30 ആകുമ്പോ എത്തി. അപ്പൊ കഴിഞ്ഞ വർഷം ഇട്ടായിരുന്നു പൊങ്കാല? ഞങ്ങളെ കുറെ ഇടാൻ തുടങ്ങിയത്. കൊറോണയുടെ സമയത്ത് വരെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് ആഗ്രഹം കൊണ്ട് വന്നു. ഈ ക്ഷേത്ര പരിസരത്ത് പൊങ്കാലയുടെ എന്തുവരെ പറ്റിയിട്ടുണ്ടോ? ഇല്ല, പറ്റിയില്ല. അതിന് ഇനിയൊന്നും ഇല്ല. ആ സമയത്ത് ഇവിടെ എല്ലാം സ്ഥലം പിടിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് കിടാൻ കഴിയാറില്ല. ഞങ്ങള് റൂം എടുക്കുന്ന അവിടെ തന്നെ ഇടുക. തമ്പാനൂര് പിന്നെ ഇവിടെ ഉണ്ട്, അവിടെയാ ഇടുക ഞങ്ങള്. ഈ പൊങ്കാല ഇടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കോഴിക്കോട് നിന്നൊക്കെ വന്ന നിരവധി ആളുകൾ ആദ്യമായിട്ട് വരിക. ആണോ? ആദ്യമായിട്ടാണ്? അതെ. എവിടെ? കോഴിക്കോട് ചെറുവണ്ണൂര്. തമ്പാനൂര് തന്നെയാണോ പൊങ്കാല? അതെ. ഞങ്ങൾ ഒരുമിച്ച് വന്നു. ഈ കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ വരാൻ നോക്കി? ഇവര് പറഞ്ഞത് ഈ കൊല്ലാണ് വരണം എന്നുള്ളത്. അങ്ങനെയാണ് ഇതായത്. ഈ ആഗ്രഹിച്ച് പൊങ്കാല ഇടാൻ വരുന്നവരുടെ എണ്ണവും നിരവധി കൂടുതലാണ്. നമുക്കറിയാം ഇവർ തന്നെ ഇപ്പോൾ 2-3 മണിക്കൂറായി ക്യൂവിൽ തന്നെ നിൽക്കുന്നു എന്നാണ് വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ക്യൂ ഇനിയും നിരവധി പോകാറുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. വലിയ ഒരു ക്യൂ ആണ്. ഈ തുടക്കം മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനിയും അവിടെ എത്തണമെങ്കിൽ ഏകദേശം ഒരു ഉച്ചയാകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അത്രത്തോളം ക്യൂ ആണ്. ഈ മെല്ലെയാണ് ക്യൂ നീങ്ങിപ്പോകുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ ക്യൂ എന്തായാലും നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ സുരക്ഷ അടക്കം ശക്തമാക്കിയിട്ടുണ്ട്. ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ദാഹജലങ്ങളടക്കം ഒരു ഭാഗത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ എത്തുന്ന അല്ലെങ്കിൽ എത്തിയിരിക്കുന്ന ആളുകളടക്കം ഈ സ്ഥലത്തുണ്ട്. കോഴിക്കോട് നിന്നാണെങ്കിലും െങ്കിലും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരണം, പൊങ്കാല അർപ്പിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി എത്തിയിരിക്കുന്ന നിരവധി പേരാണ് ഈ സ്ഥലത്തടക്കം ഇപ്പോൾ നിലവിലുള്ളത്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇനി പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. തലേ ദിവസമായ ഇന്നടക്കം തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനത്തിരക്ക് തന്നെയാണ് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ചുറ്റും നോക്കിയാലും കാണാൻ സാധിക്കും. ഈ രാവിലെ തന്നെ നിരവധി പേരാണ് ഇതിനോടകം തന്നെ ഈ ക്ഷേത്ര പരിസരത്തും മറ്റും എത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി
വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ക്ഷേത്രം ഭാരവാഹികളടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു. ഈ പ്രധാനമായും കഴിഞ്ഞ തവണ അടക്കം ഈ ഗതാഗത തടസ്സമുണ്ടാകുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. പാർക്കിംഗ് സൗകര്യത്തിനുള്ള ഇത്തരത്തിൽ ഇത്തവണ പാർക്കിംഗ് സൗകര്യം കൂടുതൽ കൂട്ടിയിട്ടുണ്ട്. കൂടാതെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലെ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. നിരവധി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഏകദേശം 4000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത്തവണ ആറ്റുകാൽ ക്ഷേത്രത്തിൽ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്ര പരിസരത്തും മറ്റുമായി ഏകദേശം 150-ലധികം CCTV ക്യാമറകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അറിയിക്കാൻ അടക്കം തന്നെ ഹെൽപ്പ് ഡെസ്കിനെ അടക്കം വിന്യസിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൂർണ്ണ സജ്ജമായിരിക്കുകയാണ്. ആറ്റുകാൽ നാളെ ഈ പൊങ്കാല നടക്കുമ്പോൾ അല്ലെങ്കിൽ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന ആളുകളുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള ഒരു വർധനവാണ് കാണുന്നത്. കൂടാതെ തന്നെ ഈ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ആറ്റുകാൽ പൊങ്കാല അറിയപ്പെടുന്നത്. അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ കാണുന്ന ജനത്തിരക്ക് തന്നെയാണ് ഈ ആറ്റുകാൽ പൊങ്കാല അല്ലെങ്കിൽ ആറ്റുകാൽ എന്തുകൊണ്ട് സ്ത്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെടുന്നു എന്നത് നമുക്ക് ഈ തിരക്കിലൂടെ തന്നെ കാണാൻ സാധിക്കും. കാരണം അത്രത്തോളം തിരക്കാണ് ഈ സ്ഥലത്തടക്കം തന്നെ കാണാൻ സാധിക്കുന്നത്. നിരവധിയായിട്ടുള്ള ആളുകൾ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. അവർ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ചേച്ചി എവിടെ നിന്നായിരുന്നു? തൃപ്പൂണിത്തുറ, എറണാകുളം. ആദ്യമായിട്ടാണ് പൊങ്കാലിടുന്നത്? അല്ല, വർഷങ്ങളായിട്ട് ഇടുന്നത്? 3 വർഷമായി അടുപ്പിച്ചിടുന്നു. ഇത് ഇപ്പൊ നിങ്ങൾ എത്ര മണിക്കൂറായി ഈ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ 3 മണിക്കൂറായി. 3 മണിക്കൂറായി. ക്യൂ അങ്ങ് നീങ്ങുന്നില്ല അല്ലേ? കുറെ നേരമായില്ലേ നിൽക്കാൻ തുടങ്ങി? അതെ. ചേച്ചി എവിടുന്ന? ഞങ്ങൾ എറണാകുളം ഒരുമിച്ച് വരുന്നതാണ്. ചേച്ചി ആദ്യമായിട്ടാണോ അതോ? ആദ്യമായിട്ടാണ്. ആഗ്രഹിച്ച് വന്നതാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല? തീർച്ചയായിട്ടും. എവിടെ എത്തവണ പൊങ്കാലിടുന്നത്? പൊങ്കാല ഹൈവേയിലാണെന്നാ പറഞ്ഞേ. കറക്റ്റ് സ്ഥലം അറിയില്ല. ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ അപ്പുറത്തായി പോയി. എല്ലാരും കൂട്ടം തെറ്റിപ്പോയോ? തെറ്റിപ്പോയി. എല്ലാരും ഒരുമിച്ച് വന്നിപ്പോ ഈ തിരക്കിൽപ്പെട്ട് കൂട്ടം തെറ്റിപ്പോയ അവസ്ഥയാണ്. പുറത്തിറങ്ങുമ്പോ അവരവിടെ നിൽക്കും. ഈ തൊഴുത് കഴിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിരവധി ആളുകളാണ് ക്യൂ നിൽക്കുന്നത്. നിങ്ങൾ വന്നിട്ട് തന്നെ ഇപ്പൊ ഏകദേശം 4 മണിക്കൂറോ? 3 മണിക്കൂർ എന്തോ ആയി. അവിടെ എത്തണമെങ്കിൽ ഇനിയും സമയം എടുക്കും. ഭയങ്കര മെല്ലെ അല്ലേ ക്യൂ? അതെ. ക്യൂ ഒക്കെ ഭയങ്കര മെല്ലെ നീങ്ങിപ്പോകുന്നത്. കാരണം അത്രത്തോളം ആളുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അത്രത്തോളം ആളുകളാണ് ആറ്റുകാൽ പൊങ്കാലയിൽ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ഇതിനോടകം തന്നെ എത്തിയിരിക്കുന്നത്. ഈ ക്യൂ നിൽക്കുന്ന ആളുകൾ മാത്രമല്ല, ഈ പരിസരത്തടക്കം തന്നെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. കാരണം അതിനനുസരിച്ചുള്ള ആളുകളാണ് എത്തിയിരിക്കുന്നത്. പലരും ഇതിനോടകം തന്നെ ഈ നാളേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഈ ചട്ടിയും കലും കൂടാതെ ഈ കത്തിക്കുന്ന വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അടക്കം ഇപ്പോഴും ആളുകൾ കൊണ്ടുപോകുന്നുണ്ട്. ഈ നേരത്തെ തന്നെ ഒരുപക്ഷെ ഈ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഈ ഒരു മാസം മുൻപ് തന്നെ ആളുകൾ ഈ സ്ഥലം പിടിക്കുന്ന ഒരു കാഴ്ച അടക്കം തന്നെ കാണാൻ സാധിക്കും. കാരണം അത്രത്തോളം ആളുകൾ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. നിരവധി ആളുകളാണ് ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ മാത്രമല്ല, ക്ഷേത്ര പരിസരത്തടക്കം തന്നെ വലിയ രീതിയിലുള്ള ജനത്തിരക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ ക്യൂവിൽ നിന്നാൽ പോലും എപ്പോ ക്യൂ കഴിഞ്ഞ് അമ്മയെ ദർശിക്കാനാകുമെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ ക്യൂ നിൽക്കുന്നവർ മാത്രമല്ല, പൊങ്കാലയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത് നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനോട് തന്നെ ഈ കുഞ്ഞു കുട്ടികളടക്കം തന്നെ എത്തിയിട്ടുണ്ട്. തിരക്കാണ്. അമ്മ എവിടുന്നാ വരുന്നത്? ഞാൻ കരുനാഗപ്പള്ളി നിന്നാണോ? ആദ്യമായിട്ടാണ് പൊങ്കാലിടുന്നത്? അല്ലല്ല. എത്ര വർഷമായി പൊങ്കാലിടുന്നു? ഞാൻ 7-10 വർഷം കൊണ്ട് ഇടുന്നു. ഇത്തവണ പൊങ്കാലിടുന്നുണ്ടോ? ഉണ്ട്. ഒരു വീട്ടിലാ ഇടുന്നത്. ഈ ക്ഷേത്ര പരിസരത്ത് പൊങ്കാലിടാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടില്ല. അതൊന്നും ഇടണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? ഇല്ല, ചെയ്തില്ല. നല്ല തിരക്കാല്. തിരക്കായതുകൊണ്ട് കേറുന്നില്ല. തിരക്കായതുകൊണ്ട് കയറാൻ പറ്റുന്നില്ല അല്ലേ? ഈ തലേ ദിവസം തന്നെ ഭയങ്കര തിരക്ക്. അപ്പൊ നാളത്തെ കാര്യം പിന്നെ പറയും വേണ്ട.
കഴിഞ്ഞ തവണ ഏകദേശം 4 ലക്ഷത്തിലധികം ആളുകൾ ഭക്തജനങ്ങൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തിയിട്ടുണ്ട് എന്നായിരുന്നു ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ അതിൽ കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം നൽകുന്നതിന് വേണ്ടിയുള്ള കൗണ്ടർ അടക്കം ഈ ക്ഷേത്ര പരിസരത്തടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതുകൊണ്ട് തന്നെ ഈ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം അടക്കം ക്രമീകരിച്ചിട്ടുണ്ട്. ചേച്ചി, ഭയങ്കര ചൂടാണല്ലോ, അപ്പൊ ഈ വെള്ളത്തിന്റെ ആവശ്യം ഭയങ്കര കൂടുതലാണ്. ഇന്ന് ഏറ്റവും കൂടുതലാണ്. ഇത്തവണ ഏറ്റവും കൂടുതലായി, ചൂടും ഭയങ്കര കൂടുതലാണ്. കൂടാതെ ഇത്തവണ ആളുകളുടെ എണ്ണത്തിലും നല്ല കൂടുതലോട്ടുണ്ട്. ഞങ്ങൾ 5 മണിക്ക് വയ്ക്കുന്ന വൈകുന്നേരം 7-8 മണി വരെ കൊടുക്കുന്നുമുണ്ട്. എന്നിട്ട് ഇപ്പം കുപ്പികളിലും അവർക്ക് ആവശ്യ വെള്ളമാണിത്, വെറും വെള്ളമല്ല. അങ്ങാടി മരുന്നുണ്ട്, കരിങ്ങാലി, രാമച്ചം, അങ്ങാടി മരുന്നുള്ള ലോഡ് തന്നെ ഐറ്റം ചേർത്താണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇത് വെറും ചെറും കാഞ്ഞവെള്ളമല്ല. ഇയാൾ എന്നോട് ഞങ്ങൾ കുറച്ച് പച്ചവെള്ളം ചേർത്തോട്ടെ, ഞങ്ങൾ പച്ചവെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല, അത് ന്യൂമോണിയ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളിലാണ് ഞങ്ങൾ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചൂടായതുകൊണ്ട് ഉദ്ഘാടനം തുടങ്ങുന്ന അന്ന് മുതൽ ഞങ്ങൾ 10-11 ദിവസം വരെ ഇവിടെ ഉണ്ട്. ഇത് ഇന്ന് ചൂടൊന്നും വഹിക്കുന്നില്ല, എല്ലാവരും വന്ന് കുടിക്കുന്നുണ്ട്. സാധാരണ 8 മണി തൊട്ടാണ് തുടങ്ങുന്നത്. ഇന്ന് പക്ഷേ 5 മണിക്ക് മുമ്പേ തുടങ്ങി. ഇത്തവണ നല്ല തിരക്കുണ്ട്. ഇന്നലെ 7:30 മണിക്ക് ഓപ്പൺ ആവും എന്ന് പറഞ്ഞെങ്കിലും 5 മണിക്ക് മുമ്പേ ഇവിടെ ഞങ്ങളെല്ലാം ചെയ്തു. അതിന് മുമ്പേ ക്യൂ ആയി. അതിന് മുമ്പേ വെള്ളം കൊടുത്തോണ്ടിരിക്കുന്നു. ഇന്ന് പിള്ളേർ കുറവാണ്. എന്നിട്ട് തന്നെ ഞങ്ങൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ലേഡീസൊക്കെ അതിനിടയിൽ ക്യാനിൽ വെള്ളം കൊണ്ടുപോയിട്ടുണ്ട്. അതെ, ഇവരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ വെള്ളം തലേദിവസം തന്നെ, പൊങ്കാലയുടെ തലേ ദിവസം തന്നെ ഭക്തജന തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇന്ന് ഉച്ച മുതലടക്കം ഗതാഗത നിയന്ത്രണം അടക്കം ഒരുക്കിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ഉച്ച മുതൽ തന്നെ ഈ പരിസരത്തടക്കം തന്നെ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വലിയ വാഹനങ്ങൾക്കൊന്നും കടക്കാൻ സാധിക്കില്ല എന്നടക്കം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കൂടാതെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ പരിസരത്തടക്കം വിന്യസിച്ചിട്ടുണ്ട്. ഏകദേശം 4000-ത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് വിന്യസിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തവണ വിന്യസിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. കൂടാതെ ഈ ക്ഷേത്രത്തും പരിസരത്തുമായി ഏകദേശം 150-ലധികം CCTV ക്യാമറകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ഡെസ്ക് അടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. ഓരോ പരിസരത്തും അല്ലെങ്കിൽ ക്ഷേത്ര പരിസരത്ത് ഓരോ സ്ഥലത്തും പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ന് തലേ ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്നും ഭക്തജന തിരക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ഒരാഴ്ചയോളമായി തന്നെ ഈ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഘട്ടം ഘട്ടമായി പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 4000-ത്തിലധികം പോലീസ് ഉച്ചയോടെ തന്നെ ഈ സ്ഥലത്തടക്കം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ പൊങ്കാലയോടനുബന്ധിച്ചുകൊണ്ട് തന്നെ സംസ്ഥാനത്തുടനീളമുള്ള ആളുകളാണ് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ എത്തുന്നവരുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക ബസ് സൗകര്യങ്ങൾ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധി ആളുകൾ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയുള്ള പ്രത്യേക ബസ് സൗകര്യങ്ങളടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതടക്കം നമുക്ക് കാണാൻ സാധിക്കും. ക്യൂ ആണ്. കൂടാതെ തന്നെ ഈ പരിസരത്തടക്കം നമുക്ക് കാണാൻ സാധിക്കും. നാളേക്ക് വേണ്ടിയിട്ടുള്ള അടുപ്പുകളെല്ലാം കൂട്ടിവെച്ചിട്ടുണ്ട്. ആളുകൾ സ്ഥലം പിടിച്ചിട്ടുണ്ട്. ചേച്ചി, ഇത് എന്തിനു വേണ്ടി ക്യൂ ആ? അമ്പലത്തിൽ തൊഴാൻ കയറാനുള്ള അവിടെ നിന്ന് തുടങ്ങുന്ന ക്യൂ ആണല്ലേ? ഇവിടെ നിന്ന് തുടങ്ങുന്ന ക്യൂ ആണ്. ഇങ്ങനെ കയറി അങ്ങനെ കയറി വരണം. ഇതിപ്പോ നിങ്ങൾ എത്ര മണിക്കൂറായി ഇവിടെ? ഞങ്ങൾ 3-4 മണിക്കൂറായി കയറിയിട്ട്. ഇനിയിപ്പോ ഈ തുടക്കമായിട്ടുള്ളൂ. ഇനിയിപ്പോ അവിടം വരെ എത്തണ്ടേ? വേണം, കുറച്ച് സമയം എടുക്കും. എവിടെ വീട്? ചവറ. ആദ്യമായിട്ടാണ് പൊങ്കാലയുടെ വരുന്നത്? അല്ല, ഒത്തിരി വർഷം കൊണ്ട് വരുന്നേ. ഇനിയിപ്പോ ഈ ക്ഷേത്ര ദർശനം നടത്തണമെങ്കിൽ കുറച്ച് അധികം സമയം എടുക്കും. അമ്മേനെ കണ്ടിട്ടേ പോവുള്ളൂ. പട്ടത്തി വരുന്നല്ലയോ, കാണണ്ടായോ? അതെ, കാണണം. തീർച്ചയായും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. തലസ്ഥാനം നാടും നഗരവും ഭക്തജനസാന്ദ്രമാണ്. തലേ ദിവസം തന്നെ, നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. തലേ ദിവസം തന്നെ ഭക്തജനത്തിലേക്കാണ് തലസ്ഥാന നഗരിയിൽ അനുഭവപ്പെടുന്നത്. കുടിവെള്ളമടക്കം വിതരണം ചെയ്യുന്ന സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനയ രാജ്.